ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച തോറുമുള്ള വചന ശുശ്രൂഷയുടെ പരമ്പര തുടരുകയാണ്. ഇന്നത്തെ ധ്യാനത്തിന് ആസ്പദമായി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുകയാണ്. യേശു പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അവൻ വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. അതിമനോഹരമായ ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഞാൻ ആദ്യമേ തന്നെ സാഹിത്യത്തിൽ ദീർഘനാൾ കാലൂന്നി നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനൊരു സാഹിത്യകാരനാണ് എന്ന് അവകാശപ്പെടുകയല്ല. അതുകൊണ്ടാണ് മനഃപൂർവ്വം സാഹിത്യത്തിൽ കാലൂന്നി നിന്നു എന്ന് പറഞ്ഞത്. തലച്ചോറ് ഊന്നി നിന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, കാലൂന്നി നിന്നു എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ സാഹിത്യത്തിൽ ഒരു പരിധിവരെ, വിശ്വസാഹിത്യത്തിൽ ഏറെ നാൾ കാലൂന്നി നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്ഭുതത്തിൻ്റെ കണ്ണുകളോടാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ ഞാൻ വായിക്കുകയും ആസ്വദിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ മാഹാത്മ്യം, ഇതിൻ്റെ ആശയസമ്പുഷ്ടി വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ ക്രിസ്തീയ വിശ്വാസ സമൂഹം കൂട്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നന്നേ സംശയമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആശയ സമ്പുഷ്ടിയും ഇതിൻ്റെ കാവ്യാത്മകതയും ഇതിൻ്റെ മനോഹാരിതയും അതർഹിക്കുന്ന വിധത്തിൽ ആരിലേക്കെങ്കിലും പകരുവാൻ ഞാൻ എപ്രകാരം ഉള്ളിൽ അതറിയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു, അതേ തോതിൽ മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നതിനെപ്പറ്റിയും എനിക്ക് കാര്യമായ സംശയമുണ്ട്. ഞാനത് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഏർപ്പെടാൻ പോകുന്ന സംരംഭം സാഹസികവും ക്ലേശമേറിയതുമാണ് എന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഏവരുടെയും കലവറയില്ലാത്ത സഹായം ആവശ്യമാണ് എന്ന ഒരു പരമാർത്ഥം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നാം ഒരുമിച്ച് അതീവ താല്പര്യത്തോടും ധ്യാന നിമഗ്നതയിൽ ഒന്നായി തീർന്ന് അന്വേഷിച്ചാൽ മാത്രമേ ഈ അതിമനോഹരവും സമ്പന്നവുമായ പ്രസ്താവനയുടെ ആത്മീയമായ ഉള്ളടക്കം, അതിൻ്റെ ആഴങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ ബുദ്ധിയിൽ ഈ ഒരു വെളിപ്പെടുത്തലിനെ നമുക്ക് സമീപിക്കാം. വളരെ പ്രകടമായ അംശത്തിൽ കൂടെ ആരംഭിക്കുന്നതാണ് ഉചിതം. ഇവിടെ യേശു കാവ്യാത്മകമായ ഒരു പ്രസ്താവനയാണ് നടത്തുന്നത്. അത് തികച്ചും സ്പഷ്ടമാണ്, പ്രകടമാണ്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രകടമാണ്. എൻ്റെ പിതാവ് തോട്ടക്കാരനും ഞാൻ മുന്തിരിവള്ളിയുമാണ്. നിങ്ങളോ ഈ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളാണ്. ഇത് പ്രതീകാത്മകമായ പ്രസ്താവനയാണ്, ആക്ഷരികമായ ഒരു പ്രസ്താവനയല്ല എന്നത് അറിയാൻ വയ്യാത്ത ആരും ഈ ഭൂമിയുടെ പരപ്പിലില്ല. അതുകൊണ്ട്
കാവ്യാത്മകമായ ഈ വെളിപ്പെടുത്തലിൻ്റെ അർത്ഥമന്വേഷിക്കുന്നതിന് ഇതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രതീകങ്ങളെ ഒന്ന് പരിചയപ്പെടുകയും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സമീപനത്തിൽ ഈ പ്രതീകങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ അന്വേഷണമായിരിക്കുമെന്ന് മുഖവുരയായി ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ആകമാനം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, അക്രൈസ്തവരും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഇക്കാലത്ത് ക്രിസ്ത്യാനികളെക്കാൾ വേദപുസ്തകം പരിചയമുള്ളത് ക്രിസ്ത്യാനികളല്ല എന്ന് നാം വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ വേദപുസ്തകത്തോട് വലിയ താല്പര്യവും വേദപുസ്തകത്തിൽ ആഴത്തിൽ അറിവുകളും പ്രാപിച്ച അനേകം അക്രൈസ്തവർ എന്ന പേരിൽ നാം വിശേഷിപ്പിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നീ സമയത്ത് അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പ്രവേശിക്കാതെ ഞാനൊന്ന് പരാമർശിച്ച് മാത്രം ആ ഭാഗം ഒതുക്കുകയാണ്. ഇവിടെ യേശു തന്നെ മുന്തിരിവള്ളിയായി അവതരിപ്പിക്കുന്നു. വിശ്വാസികൾ ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളാണ്. അങ്ങനെ വിശ്വാസികൾ മുന്തിരിവള്ളിയായ യേശുവിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? ആ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ ഫലം കായ്ക്കുന്നു, അല്ലെങ്കിൽ അധിക ഫലം കായ്ക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ ആത്മീയതയുടെ ആധികാരികത, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആത്മീക ഫലപുഷ്ടിയാണ്, സ്പിരിച്വൽ ഫ്രൂട്ട്ഫുൾനെസ് ആണ് എന്ന യേശുവിൻ്റെ വെളിപ്പെടുത്തലിനെ കേന്ദ്രീകരിച്ച പല കാര്യങ്ങളും പരാമർശിച്ചിട്ടുള്ളതാണ്. അവയൊന്നും തന്നെ ഇവിടെ ആവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ തുടർച്ചയായി വീഡിയോകൾ കണ്ടിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്ന ആശ്വാസത്തിൽ ആവർത്തന വിരസത അവോയ്ഡ് ചെയ്തുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. നാം ഈ പ്രതീകങ്ങളെ അല്പമൊന്ന് ധ്യാനിച്ചാൽ, ഈ പ്രതീകത്തെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് ഒന്ന് കാണാൻ ശ്രമിച്ചാൽ, ഇതാ അവിടെ ഒരു മുന്തിരിവള്ളി നിൽക്കുന്നു, ഒരു മുന്തിരിച്ചെടി നിൽക്കുന്നു. പിതാവ് തോട്ടക്കാരനാണ്, യേശു മുന്തിരിവള്ളിയാണ്, വിശ്വാസികൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളാണ്. അവരുടെ ജീവിതത്തിൽ ഇതാ ഫലപുഷ്ടി ഉണ്ടാകുന്നു, അവർ നല്ല ഫലം കായ്ക്കുന്നു. ഇത്രമാത്രമാണ്. നാം ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ തോട്ടത്തിൽ അനേക മുന്തിരിവള്ളികളുണ്ട്. പിതാവ് തോട്ടക്കാരനാണ്. ഈ തോട്ടത്തിൽ താനല്ലാതെ മറ്റ് മുന്തിരിവള്ളികളും ഉള്ളതിൻ്റെ സാധ്യത യേശു തള്ളിക്കളയുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അല്പം യുക്തിയുണ്ടെങ്കിൽ, എന്നേക്കാൾ യുക്തിയുള്ളവരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എന്നതെനിക്ക് ആശ്വാസം പകർന്നു തരുന്ന ഒരു ധാരണയാണ്. ഒരേ ഒരു മുന്തിരിവള്ളി കൊണ്ട് മാത്രം ഒരു തോട്ടം ഉണ്ടാകുകയില്ല. തോട്ടമെന്ന ആശയത്തിൽ ബഹുലത, പ്ലൂറാലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു പുഷ്പം മാത്രം ഒരു ചെടിയിൽ കായ്ച്ചു നിന്നാൽ നാം അതിനെ പൂന്തോട്ടമെന്ന് വിളിക്കാറില്ല. അനേക ചെടികൾ, വിവിധ തരത്തിലുള്ള ചെടികൾ ഒരുമിച്ച് വളരുന്ന ഒരു സാഹചര്യത്തെയാണ് പൂന്തോട്ടം എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏകമായി നിൽക്കുന്ന ചെടിയല്ല. ഏകമായി നിൽക്കുന്ന ചെടിയിൽ ഒരു 10,000 പൂ വിരിഞ്ഞാലും നാം അതിനെ തോട്ടം എന്ന് വിളിക്കാറില്ല. അപ്പോൾ യേശു ആദ്യമായി അവതരിപ്പിക്കുന്ന ദൈവത്തെ തോട്ടക്കാരനായിട്ടാണ്. അതിൻ്റെ അർത്ഥം ദൈവം സ്ഥാപിക്കുകയും ദൈവം നിലനിർത്തുകയും ചെയ്യുന്ന തോട്ടമാകുന്ന മനുഷ്യ ജീവിത ചരിത്രത്തിൽ, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ
ഈ ലോകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥകളുടെ ആകത്തുകയിൽ ഒരു മുന്തിരിവള്ളി മാത്രമല്ല, മറ്റ് മുന്തിരിവള്ളികളുണ്ടായാലും അതിനെപ്പറ്റി നിങ്ങൾ അസൂയപ്പെടുകയോ അത് നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അപകടമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ തോട്ടത്തെ വിഭാവന ചെയ്ത ലോകമാകുന്ന മനുഷ്യരാശിയുടെ ഐതിഹാസിക അനുഭവങ്ങളുടെ ആകത്തുകയുടെ കർത്താവായ, നടത്തിപ്പുകാരനായ, സംരക്ഷകനായ, കാര്യവിചാരകനായ ദൈവത്തിൽ വിശ്വാസമില്ല എന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ, പ്രവർത്തനങ്ങളെ, ദൈവത്തിൻ്റെ ധാരാളിത്തത്തെ പരിമിതപ്പെടുത്തുവാൻ വിശ്വാസിക്ക് എന്തവകാശമാണുള്ളത്? ദൈവം തൻ്റെ തോട്ടത്തിൽ എത്ര മുന്തിരിവള്ളികൾ നടണം, അല്ല ഒരു മുന്തിരിവള്ളി മാത്രമേ നടാവൂ എന്ന് നിർബന്ധിക്കുവാൻ നാം ആരാണ്? ഇതെൻ്റെ ആശയമല്ല. യേശുവിൻ്റെ വെളിപ്പെടുത്തലിനെ മാത്രം ആത്യന്തികമായി വിശ്വസ്തയോടെ ആശ്രയിച്ച് അതിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നു എന്നത് മാത്രം. പിതാവ് തോട്ടക്കാരനും ഞാൻ മുന്തിരിവള്ളിയുമാണ് എന്ന് പറയുമ്പോൾ ഈ തോട്ടത്തിൽ മറ്റ് മുന്തിരിവള്ളികളും കാണാൻ സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾ കാണുമ്പോൾ അതിനോട് നിഷേധാത്മകതയുടെ ആവശ്യമില്ല. ആത്യന്തികമായി ഇവയുടെ എല്ലാം സൃഷ്ടികർത്താവും ഇവയെ പരിപാലിക്കുന്നവനും ഇതിൻ്റെ അർത്ഥത്തെയും സാധ്യതകളെയും നിയന്ത്രിക്കുന്നവനും ദൈവം മാത്രമാണ്. ദൈവം അനുവദിക്കാതെ ഒന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല എന്നത് യേശു കൃത്യമായി പല വിധത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. നിൻ്റെ തലയിലെ ഒരു നാര് പോലും ദൈവം അറിയാതെ വീണു പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള സംഭവങ്ങളുടെ എല്ലാം പൊതുവായ ചുമതല, അതിൽ പരിവർത്തിക്കുന്ന അധികാരം ദൈവത്തിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുവാൻ നാം ആരും ശ്രമിക്കരുത്. ദൈവം തൻ്റെ ധാരാളിത്വത്തെ ഈ ഭൂമിയുടെ പശ്ചാത്തലത്തിൽ പ്രകടിപ്പിക്കുന്നത് ബഹുസ്ഫുരതയിൽ കൂടെയാണ്, പ്ലൂറാലിറ്റിയിൽ കൂടെയാണ്, വെറൈറ്റിയിൽ കൂടെയാണ്, ഡൈവേഴ്സിറ്റിയിൽ കൂടെയാണ്. അതുകൊണ്ട് ഒറ്റ ഒരു മുന്തിരിവള്ളി മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത് എന്ന് യേശുവാണ് പറയുന്നത്, ഞാനല്ല എന്ന് ദയവായി മനസ്സിലാക്കുക. ഇത് ക്രിസ്ത്യാനി ഇന്ന് അനുഭവിക്കുന്ന സങ്കുചിത മനോഭാവം എന്ന് പറയുന്നൊരു മഹാരോഗമുണ്ട്. അതിൻ്റെ ഒരു പ്രതിവിധിയായിട്ടാണ് യേശു ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിൽ കുറിക്കുക. രണ്ടാമത്, ഇനി നിങ്ങൾ ഈ മുന്തിരിവള്ളി മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ, നാം ആദ്യം തോട്ടത്തെ മുഴുവനുമായി ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ മറ്റ് മുന്തിരിവള്ളികളും കാണാൻ സാധ്യതയുണ്ട് എന്ന ഒരു യുക്തിസഹജമായ തിരിച്ചറിവ് നമുക്ക് ലഭിച്ചു. ഇനിയും രണ്ടാമതായി നാം ഈ മുന്തിരിവള്ളിയെ മാത്രം ശ്രദ്ധിക്കാം. നാം ഈ മുന്തിരിവള്ളിയെ നോക്കുമ്പോൾ അത് ഒന്നാണ്, ഏകമാണ്. മുന്തിരിവള്ളി ഒന്നാണ്. എന്നാൽ അതേസമയം തന്നെ ഏകമായ ആ മുന്തിരിവള്ളിയിൽ അനേകം കൊമ്പുകളുണ്ട്. ഒരു കൊമ്പ് മാത്രമുള്ള ഒരു മുന്തിരിവള്ളിയും പ്രകൃതിയിലില്ല. ഒരു കൊമ്പ് മാത്രമുള്ള മുന്തിരിവള്ളിയിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതും ക്രിസ്ത്യാനിക്ക് പറ്റിയ വലിയ ആത്മീയ താറുമാറിൻ്റെ യുക്തി സൂചിപ്പിക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ് പ്രത്യേകമായി ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നാം പലവിധമായ സഭകളുടെ സ്വാധീനത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ കുത്തി നിറച്ചു വച്ചിരിക്കുന്ന ഈ ഒരു വലിയ കള്ളത്തരം, അതായത് അസത്യം, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ മാത്രമേ യേശുവുള്ളൂ, അത് ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയാണോ ആധികാരികമായ സഭ, അതോ പെന്തക്കോ സഭയിലാണോ ക്രിസ്തു ഉള്ളത് എന്ന ഒരു വിവാദം നമ്മുടെ ഇടയിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇത് ഓരോ സഭകളും അതിൻ്റെ അംഗങ്ങളായി നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വിഭ്രാന്തികളാണ്. ഇത് തികച്ചും അസത്യമാണ്. ഇത് അപകടം കൂടെയാണ്.
ഒരു മുന്തിരിവള്ളിയിൽ അനേകം കൊമ്പുകൾ ഉണ്ടായിരിക്കും. മുന്തിരിവള്ളി ഒന്നാണ്, പക്ഷേ കൊമ്പുകൾ ഒന്നല്ല, അത് അനേകമായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ അനേകത്വത്തിൽ വ്യത്യസ്തത, ഡൈവേഴ്സിറ്റി അനിവാര്യമാണ്. അല്ലെങ്കിൽ അനേകത്വത്തിൻ്റെ ബഹുസ്ഫുരതയുടെ ആവശ്യം എന്താണ്? നിങ്ങൾ പ്രകൃതിയിൽ നോക്കിയാൽ, നിങ്ങൾ ഇപ്പോൾ കേരളത്തിലാണ് മുന്തിരിവള്ളി അത്ര സമർത്ഥമായി കാണാൻ സാധ്യമല്ല. എന്നാൽ കർണാടകയിൽ പോയാൽ, ബാംഗ്ലൂരിലൊക്കെ പോയാൽ നല്ല തോട്ടങ്ങൾ കാണാൻ സാധിക്കും, മുന്തിരിത്തോട്ടങ്ങൾ. കേരളത്തിൽ നമുക്ക് മാവുണ്ട്, പ്ലാവുണ്ട്, പേര ചെടിയുണ്ട്, അങ്ങനെ പല. നിങ്ങൾ ഏതെങ്കിലും ഒരു മരം ശ്രദ്ധിക്കൂ, അതിൻ്റെ 2 ശിഖരങ്ങൾ ഒരുപോലെയല്ല. ഒരു ശിഖരവും മറ്റൊരു ശിഖരം പോലെയല്ല. വേണ്ട, അത് നിൽക്കുന്ന കുറഞ്ഞ പക്ഷേ ആയിരക്കണക്കിന് ഇലകൾ, അവയെല്ലാം ഇപ്പം മാവിൻ്റെ ഇലയാണെങ്കിലും അതിൽ എല്ലാം മാവിൻ്റെ ഇലകളാണ്, പക്ഷേ ഓരോ ഇലയും വ്യത്യസ്തമാണ്, ഓരോ ഇലയും പ്രത്യേകതയുള്ളതാണ്. ഈ ഒരു അടിസ്ഥാന തത്വം യേശു ഈ ഒരു പ്രസ്താവനയിൽ കൂടെ വെളിപ്പെടുത്തുന്നത് സഭാ നേതാക്കന്മാർ അല്പമൊന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ അവർ ഇത്രമാത്രം അസഹിഷ്ണുത പ്രകടിപ്പിക്കുമായിരുന്നില്ല. എല്ലാം ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെ ആയിരിക്കണം വിശ്വാസികളെന്ന് അവർ നിർബന്ധം പിടിക്കുകയില്ല. ആർക്കെങ്കിലും അല്പം വ്യത്യസ്തമുള്ള കാഴ്ചപ്പാടോ ആന്തരികമായ പ്രേരണയോ അനുഭവിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ സഭയുടെ ശത്രുക്കളാണ് എന്ന് അവർ പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ കണ്ടെത്തുകയില്ല. ക്രിസ്തീയ സഭകളുടെ ഒരു വലിയ പ്രശ്നം അതിനെ അടക്കി ഭരിക്കുന്ന അസഹിഷ്ണുതയാണ്. ഈ അസഹിഷ്ണുത യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ദൈവം സൃഷ്ടിച്ചതും യേശു വിഭാവന ചെയ്തതുമായ ലോകത്തിൽ ബഹുസ്ഫുരിത, പരസ്പര വ്യത്യാസം, ഒന്ന് മറ്റതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നത് ഓരോത്തിനും അതിൻ്റേതായ ആധികാരികമായ വ്യക്തിത്വവും അസ്തിത്വവുമുണ്ട് എന്ന യാഥാർത്ഥ്യം, അത് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെയും പദ്ധതിയുടെയും അനിവാര്യ ഘടകമാണ്. അവയെ സ്വീകരിക്കുക നമ്മുടെ അടിസ്ഥാന മർമ്മമാണ്, ധർമ്മമാണ്. എന്നാൽ അവിടെ സഭാ നേതാക്കന്മാർ എക്കാലത്തും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെന്ന് പറഞ്ഞിരിക്കെ ഈ ശരീരത്തെ 10,000 കഷ്ണങ്ങളായി കീറിമുറിക്കുവാൻ കാരണമായത് ഈ ഒരു വലിയ പരാജയമാണ്. അതായത്, എൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള ഇടങ്ങളിൽ യാതൊരു വ്യത്യാസവും ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ പിടിച്ചിരിക്കുന്ന മുന്തിരിക്കൊമ്പിൽ ഒരു ഇല കിളിച്ചു വന്നാൽ അത് മറ്റുള്ള എല്ലാ ഇലകളെയും പോലെ മാത്രമായിരിക്കണം. അല്പം ഒരു വ്യത്യാസം ഒരു ഇലയിൽ കണ്ട ഞാൻ ആ ഇല നുള്ളിക്കളയും. അങ്ങനെയാണ്, ഈ അസഹിഷ്ണുത കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് അവകാശപ്പെടുന്ന സഭയിൽ യാതൊരു ഐക്യവുമില്ലാതെ സഭ ഒരു 50,000 കഷ്ണങ്ങളായി മുറിഞ്ഞു പോയത്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക. ദൈവം വിഭാവന ചെയ്ത യുക്തി മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യൻ അവൻ്റെ സങ്കുചിതമായ മനോഭാവം ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന വലിയ അപകടങ്ങളും അപാകതകളും അപക്വതകളും മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ പ്രസ്താവന നമ്മെ നന്നേ സഹായിക്കും എന്നതാണ് എനിക്ക് ഏവരോടും സവിനയം അറിയിക്കുവാനുള്ളത്. അപ്പോൾ നാം ഇതുവരെ കണ്ടത്, ദൈവം തോട്ടക്കാരനാണ്. ഈ തോട്ടത്തിൽ അനേക മുന്തിരിവള്ളികൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. യേശു മുന്തിരിവള്ളിയാണ്. ഈ മുന്തിരിവള്ളി അതിൽ തന്നെ സമ്പൂർണ്ണമാണ്. എന്നാൽ അതേസമയം ആ മുന്തിരിവള്ളിയിൽ അനേകം കൊമ്പുകളുണ്ട്. ഈ കൊമ്പുകൾ ഓരോന്നും മറ്റുള്ളതിനോട് വ്യത്യസ്തമായിരിക്കും. അതേസമയം തന്നെ ഈ വ്യത്യസ്തമായ കൊമ്പുകൾ എല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഏകമായ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, ക്രിസ്തുവിൻ്റെ ശരീരം അതിൻ്റെ ആധികാരികതയിൽ, അതിൻ്റെ സത്യത്തിൽ വെളിപ്പെട്ട് വരികയുള്ളൂ. ഏതെങ്കിലും ഒരു കൊമ്പ് മുറിച്ചിട്ട് അത് മാത്രമാണ് യേശു എന്ന് പറഞ്ഞു നടക്കുന്ന
ഈ ഒരു സമീപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പത്തിൻ്റെ ഭ്രാന്ത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ മനോഹരമായ പ്രസ്താവന നമ്മെ സഹായിക്കും. അത് വേണ്ടതുപോലെ നാം പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ചുകൂടെ നാം മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യേശു ഓരോ വ്യക്തിയോടും ഇടപെടുന്നത് ആ വ്യക്തിയുടെ പ്രത്യേകതയിൽ കൂടെയാണ്. ദ യുണീക്ക്നെസ് ഓഫ് എവറി ഇൻഡിവിജ്വൽ. എല്ലാവരെയും അടച്ച് ഒന്നുപോലെ ഒരേ അച്ചിൽ നിന്ന് വന്നവർ എന്ന പോലെ കാണുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്തൊരു സമീപനം യേശുവിലില്ലായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അന്ധരായവർക്ക് കാഴ്ച കൊടുക്കുന്ന 3 സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു അവരെ സൗഖ്യമാക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചാൽ ഈ 3 അന്ധരായ ആളുകളെയും യേശു കാണുന്നതും സമീപിക്കുന്നതും അവരെ സൗഖ്യമാക്കുന്നതും 3 വിധത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഓരോ വ്യക്തിയുടെയും അനുഭവത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കി അവൻ്റെ പ്രത്യേകമായ വ്യക്തിത്വം, അവൻ്റെ പ്രത്യേകമായ അവസ്ഥ അത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ വ്യക്തിക്ക് നന്മ ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ. യേശു ഒരിക്കലും വിശ്വാസികളെല്ലാം ഒരേ അച്ചിൽ നിന്ന് വരുന്നവരായിരിക്കണം, അവരൊരുപോലെ സംസാരിക്കണം, അവരൊരുപോലെ കുരിശു വരയ്ക്കണം, അവരൊരുപോലെ ബാറയ്ക്ക് മുറോടടിക്കണം എന്ന് നിർബന്ധിക്കുകയില്ല. അതല്ല യേശുവിൻ്റെ വ്യക്തിത്വം. അങ്ങനെ നിർബന്ധിക്കുന്നവൻ്റെ വ്യക്തിത്വം പൊള്ളയായിരിക്കും, അവൻ അല്പനായിരിക്കും, അവൻ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ അല്പം പോലും കെൽപ്പില്ലാത്തവനായിരിക്കും. ഇതാണ് മതമേഖലയിൽ വരുന്ന നേതൃത്വത്തിൽ നാം ഇപ്പോൾ കാണുന്ന ആത്മീയമായ ദാരിദ്ര്യം. അതിൻ്റെ കാതലായ വെളിപ്പെടുത്തൽ ഇവിടെയാണ് കിടക്കുന്നത്. ദൈവം വിഭാവന ചെയ്ത ഈ അതിസമ്പന്നമായ സൃഷ്ടിയുടെ പ്രത്യേകതകളെ നാം വെറുക്കുകയാണ്. അത് നമ്മുടെ ശത്രുത്വമാണ്, നമുക്ക് ശത്രുത്വമാണ്. അല്ലെങ്കിൽ അത് എവിടെയൊക്കെ പ്രകടിപ്പിക്കപ്പെടുന്നു, ആരിലൊക്കെ പ്രകടിപ്പിക്കപ്പെടുന്നു, അവരൊക്കെ നമുക്ക് തലവേദനയാണ്, ശത്രുക്കളാണ് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ഏക കാരണം നമുക്ക് ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാണ്. നാം ദൈവത്തെ അറിയുവാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ്, ദൈവഹിതം അന്വേഷിക്കാത്തത് കൊണ്ടാണ്. യേശു ദൈവഹിതം അന്വേഷിച്ച് അത് നടപ്പിലാക്കാനായി തന്നെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് അന്ന് യഹൂദൻ്റെ മധ്യത്തിൽ നിലനിന്നിരുന്ന സർവ്വവിധ എന്താണ് പറയുന്നത്, ഡിസ്ക്രിമിനേറ്റീവ് ലേബിൾസ്, വിവേചന തത്വങ്ങളെ പരിപൂർണമായി യേശു തിരസ്കരിച്ചിരുന്നു. അതുകൊണ്ടാണ് യഹൂദൻ വെറുത്തിരുന്ന ശമര്യക്കാരൻ്റെ അടുത്ത് പോയി അവിടെയും ശുശ്രൂഷ ചെയ്യുവാൻ, പരീശന്മാരും ശാസ്ത്രിമാരും വെറുത്തിരുന്ന ചുങ്കക്കാരൻ്റെ ഇടയിൽ പോയി അവർക്ക് നന്മ ചെയ്യുവാൻ, യഹൂദന്മാർ ആകപ്പാടെ ഉപയോഗിക്കുകയും വെറുക്കുകയും ചെയ്ത വേശ്യമാരോട് കരുണയോടെ മനസ്സലിവോടെ ഇടപെട്ട് അവർക്ക് പുതിയ ഒരു ആരംഭം നൽകുവാൻ, യഹൂദൻ്റെ സംസ്കാരത്തിലും സമൂഹത്തിലും നിലനിന്നിരുന്ന എല്ലാ സങ്കല്പങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സർവ്വലൗകികമായ ഒരു ദർശനത്തിൽ ഒരു ആത്മീയമായ ദൗത്യം നിർവഹിപ്പാൻ യേശുവിന് ഇടയായതിൻ്റെ കാര്യം, യേശു യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ചു എന്നത് തന്നെയാണ്. നമ്മുടെ അവസ്ഥയോ വളരെ പരിതാപകരമാണ്. നാം ചില സങ്കുചിതമായ ചില ആളുകൾ പറയുന്ന ജൽപ്പനങ്ങളെ മാത്രം ഉൾക്കൊണ്ട് അതിനപ്പുറത്ത് ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന യഥാർത്ഥത്തിൽ വളരെ ഭക്തിയുള്ള നിരീശ്വരവാദികളാണ് നാം. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ മതിയാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആത്മീയമായ ദർശനത്തിൽ ഓരോ വ്യക്തിക്കും ദൈവം കൽപ്പിച്ചിരിക്കുന്ന അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾക്ക് അനൽപമായ സ്ഥാനമുണ്ട്. ദൈവം അതിന് വലിയ വില കൽപ്പിക്കുന്നു. കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ ആരും നിങ്ങൾക്ക് ഔദാര്യമായി നൽകിയതല്ല. പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടെ, ഒഴിച്ചുകൂടാനാവാത്ത ലക്ഷ്യങ്ങളോടുകൂടെ ദൈവം കരുതിക്കൂട്ടി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്താണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. അതിനോട് നീതി പാലിക്കുക നിങ്ങളുടെ ആത്യന്തികമായ കടമയാണ്. ആ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് ഒരു സഭ നിങ്ങളെ വിലക്കുന്നുവെങ്കിൽ, ആ
കടമ നിങ്ങൾ നിർവഹിക്കുമ്പോൾ അത് അപകടമാണ് എന്ന് ഒരു സഭാ നേതൃത്വം കണ്ടെത്തുന്നുവെങ്കിൽ ആ സഭ പൈശാചികമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അല്ലാഞ്ഞാൽ നിങ്ങൾ അടിമകളാണ്. യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ് നിങ്ങളുടെ ചിന്തയുടെയും കാഴ്ചപ്പാടിൻ്റെയും ആധാരമെങ്കിൽ ഞാൻ ഈ പറയുന്നത് സത്യം തന്നെയാണ്. മനുഷ്യന് ദൈവം നൽകിയ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ യുണീക്ക്നെസ്, അത് ഒരു വലിയ പ്രശ്നമാണെന്നും അതിനോട് നീതി പുലർത്തുന്നവർ സഭയുടെ ശത്രുവാണ് എന്ന് ഏതെങ്കിലും ഒരു സഭാ നേതൃത്വം നിർബന്ധിക്കുന്നുവെങ്കിൽ, കട്ടായം പിടിക്കുന്നുവെങ്കിൽ അവിടെ യേശുവല്ല, അവിടെ സാത്താനാണ് അധികാരി. ഇത് പൈശാചികമായ സഭയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആത്മീയമായ ഭാവിയിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ഡെസ്റ്റിനിയിൽ ഒരെള്ളോളവും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നെഞ്ചിലേറ്റുകയും ഇത് യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് അർഹിക്കുന്ന വില നിങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇനിയും ഇത് മനസ്സിലാക്കുന്നതിനൊരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ച് സമയം അതിക്രമിച്ചു പോകുന്നത് കൊണ്ട് ചിന്തകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. നമുക്കൊരു ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കാം. യേശു ഉദാഹരണത്തിൽ കൂടെയാണല്ലോ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഓരോ പ്രതീകങ്ങളും ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സംഗീതം വലിയ വലിയ ഒരു സന്തോഷമാണ്. എനിക്ക് സംഗീതത്തോട് എൻ്റെ ആത്മാവിൽ അനുരാഗമാണ്. സംഗീതം എന്തുകൊണ്ടോ ആത്മാവിൻ്റെ വെളിച്ചമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ സംഗീതത്തെപ്പറ്റി ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്. അതിൽ കൂടെ പല കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ ഇതിനോട് ബന്ധമുള്ളത് കൊണ്ട് ഈ സമയത്ത് നിങ്ങളുമായി പങ്കിടുകയാണ്. ഒരു തലത്തിൽ നോക്കുമ്പോൾ പിതാവായ ദൈവം തോട്ടക്കാരനാണ് എന്ന് യേശു വെളിപ്പെടുത്തുന്നതിന് സമമായ ഒരു വെളിപ്പെടുത്തൽ ഞാനിപ്പോൾ നടത്താൻ പോവുകയാണ്. സംഗീതം ഒരു തലത്തിൽ നോക്കുമ്പോൾ ലോകത്തിലൊരു സംഗീതമേ ഉള്ളൂ. അതിൻ്റെ പേര് സംഗീതമെന്നാണ്. ലോകത്തിലുള്ളതെല്ലാം, ലോകത്തിൽ പലവിധമായ സംഗീത ശൈലികളുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിൽ തന്നെ വെസ്റ്റേൺ ക്ലാസിക്കലുണ്ട്, ഇന്ത്യൻ ക്ലാസിക്കലുണ്ട്. പിന്നെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രത്യേകമായ ട്രഡീഷൻസ് ഉണ്ട്. മോഡേൺ മ്യൂസിക്കുണ്ട്, പോപ്പ് മ്യൂസിക്കുണ്ട്, ഹെവി മെറ്റലുണ്ട്, കൺട്രി ആൻഡ് വെസ്റ്റേൺ, ഇങ്ങനെ പലതുണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നൊരു പദമാണ് സംഗീതം. സംഗീതം ആത്യന്തികമായി നിലനിൽക്കുന്ന സംഗീതമാണ്. എന്നാൽ അതിൽ ഇപ്പോൾ നമുക്ക് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പ്രധാനമായും ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ട്രഡീഷനുണ്ട്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ട്രഡീഷനുമുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ട്രഡീഷൻസ് പരിശീലിക്കുന്നൊരു വ്യക്തി, അതിൽ പ്രാവീണ്യം പ്രാപിച്ചിട്ടൊരു വ്യക്തി ഒരിക്കലും പറയുകയില്ല സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ട്രഡീഷൻ അത് അപകടമാണ് എന്ന് പറയില്ല. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ട്രഡീഷൻ നന്നേ വശമുള്ള, അതിനെ വളരെയധികം ആദരിക്കുന്ന ഒരു വ്യക്തി പോലും വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ഒരു വലിയ അപകടമാണ് എന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. വളരെ ബഹുമാനത്തോടുകൂടെ പരസ്പരം ഇത് തമ്മിലുള്ള സമന്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം അവർക്കറിയാം വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും മറ്റേത് ക്ലാസിക്കൽ മ്യൂസിക് ട്രഡീഷനാണെങ്കിലും ഇത് സംഗീതത്തെ മനുഷ്യൻ അന്വേഷിക്കുന്നതിൽ കൂടെ സംജാതമായ പ്രത്യേകമായ സമ്പത്തുക്കളാണെന്ന് അവർക്കറിയാം. എന്നാൽ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ മാത്രമാണ് ഈ ക്ലാസിക്കൽ മ്യൂസിക് മാത്രം ദൈവത്തിൻ്റേതും അവിടെയുള്ള ക്ലാസിക്കൽ മ്യൂസിക് സാത്താൻ്റെയുമാണെന്ന് പറയുന്നു. ഈ ഒരു വലിയ മണ്ടത്തരം, ഈ ഒരു മണ്ടത്തരം കൊണ്ടാണ് മനുഷ്യൻ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മതത്തെ രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു വേദിയാക്കി അധപ്പതിപ്പിച്ച് കളഞ്ഞു. ദൈവത്തെ മാറ്റി സാത്താനെ പ്രതിഷ്ഠിക്കുവാനായിട്ട് ഈ ഒറ്റ മർമ്മം മതി. അതായത് ഞാനറിയുന്ന ക്ലാസിക്കൽ ട്രഡീഷൻ മാത്രം ദൈവത്തിൻ്റേതാണ്, ബാക്കിയെല്ലാം സാത്താൻ്റേതാണ്. ആ ആശയം ദൈവത്തിൻ്റേതല്ല, സാത്താൻ്റേതാണ്.
ഇത് നാം മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഇപ്പം ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് അതാണ്, ആസ്വദിച്ചിട്ടുള്ളത് അതാണ്. കാരണം ഞാൻ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് അരനൂറ്റാണ്ട് ജീവിച്ചത്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് അതിൽ ഉസ്താദുകളായിട്ടുള്ള ആളുകൾ, അത് ഓരോരുത്തരും ഏതെങ്കിലും ഒരു രാഗ ആലപിക്കുമ്പോൾ അവരുടേതായ സ്റ്റൈലിലാണ് ആലപിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ അവരുടേതായ സ്റ്റൈലിൽ മാത്രം ആലപിച്ചാൽ മാത്രമേ ആ സംഗീതത്തിൻ്റെ യഥാർത്ഥ മാധുര്യം പ്രേക്ഷകരിലേക്ക് പകരുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരികയാണ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള ഇന്ന ക്ലാസിക്കൽ പീസ്, അത് കൈകാര്യം ചെയ്യുന്ന, അത് പ്ലേ ചെയ്യുന്ന എല്ലാ കലാകാരന്മാരും ഇതുപോലെ മാത്രമേ ഇത് അവതരിപ്പിക്കാവൂ. അതിൻ്റെ ഓരോ നോട്ടും അതിൻ്റെ ടോണും അതിൻ്റെ ടിമ്പറും അതിൻ്റെ മാത്രയും എല്ലാം അതുപോലെ മാത്രമേ, ഒരു അച്ചിൽ നിന്നിറങ്ങിയതുപോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക് മരിച്ചു പോകും. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ആ പ്രധാനപ്പെട്ട ആ ചട്ടക്കൂട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതിനകത്ത് ഇൻഫിനിറ്റ് ഫ്രീഡം ടു ഇംപ്രവൈസ്, ടു വേരി, ടു എക്സ്പ്രസ് വൺസ് യുണീക്ക് മ്യൂസിക്കൽ ജീനിയസ്. ഇത് മനസ്സിലാക്കണം. ഈ ഒരു വിശാലത മതത്തിൽ വന്നാൽ വലിയ വ്യത്യാസം വരും. ഞാൻ ആദ്യം പറഞ്ഞു, സംഗീതം എന്നത് സാർവലൗകികമാണ്. അതിന് യാതൊരു രണ്ട് സംഗീതങ്ങളില്ല, ഒന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് തെറ്റുപറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, സംഗീതം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുന്ന സംഗീതം മാത്രമാണ് സംഗീതമെന്ന് നാം നമ്മുടെ മണ്ടത്തരം കൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒരിക്കലും ആവില്ല. ഞാൻ പഠിച്ചിരിക്കുന്ന സംഗീതം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സംഗീതം, ആ സംഗീതമെന്ന് പറയുന്ന ആ വലിയ ബ്രഹ്മാണ്ടം പോലെയുള്ള അനന്തമായ സാധ്യതയുടെ അതിലേക്കുള്ളൊരു സമീപനം മാത്രമാണ്. ഒരു സമീപനം മാത്രമാണ്. അത് അനേക സമീപനങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ഒരു ബൃഹത്തായ പ്രതിഭാസമാണ്. ഇത് നാം ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഇത് നമ്മുടെ പരിമിതിയാണ്, നമ്മുടെ ദാരിദ്ര്യമാണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പാപ്പരത്വമാണിത്. അതുകൊണ്ടാണ് പറയുന്നത്, മാർത്തോമ ക്ലാസിക്കൽ മ്യൂസിക് മാത്രമേ പാടാവൂ. പെന്തക്കോസ്തുകാർ പറയും പെന്തക്കോസ് ക്ലാസിക്കൽ മ്യൂസിക് മാത്രമേ പാടാവൂ. കത്തോലിക്ക പറയും പെന്തക്കോസ് ക്ലാസിക്കൽ മ്യൂസിക് പാടിയാൽ തന്നെ മുട്ടി ഞാൻ തല്ലിയൊടിക്കും. കത്തോലിക്ക ക്ലാസിക്കൽ മ്യൂസിക് മാത്രമേ ഇവിടെ പാടാവൂ, അത് മാത്രമേ സംഗീതമാകുകയുള്ളൂ. അപ്പോൾ CSAക്കാരും പറയും ഇതൊന്നും സംഗീതമല്ല, CSA ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയും. ഉടനെ അപ്പുറത്ത് ഓർത്തഡോക്സുകാരും പറയും ഓർത്തഡോക്സ് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് മാത്രമേ സംഗീതം, ബാക്കിയുള്ളവനെയൊക്കെ ഞങ്ങൾ അടിച്ചോടിക്കും എന്ന് പറയും. അപ്പുറത്ത് യാക്കോബക്കാരും പറയും ഓർത്തഡോക്സുകാരുടെ ക്ലാസിക്കൽ മ്യൂസിക് കേട്ടാൽ ഞങ്ങളത് ബോയ്ക്കോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാനിവിടെ തീ വെച്ച് കളയും. ഇതാണ് പരിപാടി. ഇതിൻ്റെ പേര് ഭ്രാന്തെന്നാണ്. നല്ല ഒന്നാന്തരം ഭ്രാന്താണ്. പിന്നെ എല്ലാവർക്കും തുല്യമായ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആരെയും കൊണ്ട് ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് ചേർക്കാൻ സാധ്യമല്ല. കാരണം അത്ര വലിയ ഭ്രാന്താശുപത്രി നമുക്കില്ലാത്തത് കൊണ്ട് ഈ മതഭ്രാന്തം കൊണ്ട് നടക്കുന്നവരൊക്കെ മാന്യന്മാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവരെ കാണുമ്പോൾ സ്വർഗം ചിരിക്കുന്നു. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് സാധാരണ വിശ്വാസി പ്രാപിച്ചാൽ ഈ മഹാരോഗം സൗഖ്യമാകും എന്നാണ് എൻ്റെ പ്രത്യാശ. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ യേശുവിൻ്റെ വെളിപ്പെടുത്തലുകൾ, യേശു നൽകിയിരിക്കുന്ന ആത്മീയമായ പരിജ്ഞാനം, അതിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിൽ, യഥാർത്ഥ ആത്മാവിൽ, അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകണം. പക്ഷേ അവിടെയാണ് പ്രശ്നം. അതിനുള്ള വേദികളില്ല. വലിയ വലിയ സുവിശേഷ പ്രഘോഷങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആളുകൾ അത്ഭുതം വന്ന് ഒരു വലിയ കലാപരിപാടി പോലെ അവതരിപ്പിച്ച് പോകുന്നുവെന്നല്ലാതെ യേശു എന്താണ് ഉദ്ദേശിച്ചതെന്നതിനെ അന്വേഷിച്ച് അവയെ കേന്ദ്രീകരിച്ച് അതിനോടുള്ള പ്രതിപത്തിയിൽ ആത്യന്തികമായി ഈ ആത്മീകമായ വെളിപ്പെടുത്തലിനോട് കൂറുപാലിച്ച് ഒരു വചന ശുശ്രൂഷ നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല,
ഭാരതത്തിലില്ല, ലോകത്തെമ്പാടുമില്ല എന്ന് സങ്കടത്തോടെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നുമല്ലാത്ത ഏഴയായ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോസ്തല ഭാഷയിൽ പറഞ്ഞാൽ അകാലപ്രജ പോലെയുള്ള ഈ വയസ്സൻ ഇങ്ങനെ ഒരു വലിയ തത്രപ്പാടിന് വേണ്ടി മുതിരുന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങൾ യേശുവിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് വായിച്ച് പങ്കിട്ടത്, അത് നിങ്ങൾ ധ്യാനിക്കുമെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ സഭകളെ കേന്ദ്രീകരിച്ച് ഇന്ന് കൊടികുത്തി വാഴുന്ന തികച്ചും പൈശാചികമായ സങ്കല്പങ്ങൾ എത്ര ഘോരമാണെന്നും അവയെപ്പറ്റി നാം എത്രമാത്രം ലജ്ജിക്കണമെന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. യേശു വിഭാവന ചെയ്ത ആത്മീയമായ ദർശനത്തിന് ഘടകവിരുദ്ധമാണ് നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ സങ്കല്പങ്ങളും സമീപനങ്ങളും എന്ന് തിരിച്ചറിയേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് ധ്യാനിപ്പീൻ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തുന്ന സത്യങ്ങളെ സധൈര്യം പ്രാവർത്തികമാക്കുവാൻ കൂട്ടാക്കാത്ത ഒരു വ്യക്തി പോലും അന്വേഷിക്കുകയില്ല, അന്വേഷിച്ചാൽ കണ്ടെത്തുകയുമില്ല. കാരണം അങ്ങനെയുള്ളവർ അന്വേഷിക്കുന്നത് കണ്ണടച്ചായിരിക്കും. കണ്ണടച്ച് അന്വേഷിക്കുന്നത് സമയം വൃഥാ ആക്കുന്നതിന് തുല്യമാണ് എന്ന ലളിതമായ സത്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിമനോഹരമായ ചിന്തോദ്ദീപകമായ വെളിപ്പെടുത്തലുടെ സമാഹാരമാണ് ഇന്ന് നാം വായിച്ച ഈ ഭാഗം. അതിൻ്റെ അർത്ഥതലങ്ങളെ വേണ്ട വിധത്തിൽ പൂർണ്ണമായി അവതരിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഈ തലത്തിലാണ്, ഈ ദിശയിലാണ്. ഈ വിധത്തിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടെ ചെന്നെത്തും. ഈ മറുരൂപ മലയുടെ മുകളിൽ നിങ്ങൾക്കും ചെന്നെത്താം എന്ന ഒരു വിരൽ ചൂണ്ടം നൽകുവാൻ കൃപയാൽ എനിക്കിടയായിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞു തുളുമ്പുന്ന ആഹ്ലാദം അനുഭവിക്കുന്ന ഒരു ഹൃദയത്തോടെയാണ് ഈ ധ്യാനം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ വർദ്ധിക്കുന്ന ദൈവീകമായ കൃപ നിങ്ങൾ അനുഭവിക്കുമെന്നും അതിൻ്റെ ഫലപുഷ്ടി വരുന്ന നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർവാധികമായി പ്രകടിതമാകുമെന്ന് എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ആമേൻ.